ലഞ്ച് ബോക്സിൻ്റെ കൂടെ ഉണ്ടാക്കി കൊടുത്ത ഒരു ഗ്രീൻ ബീൻസ് തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. ഗ്രീൻ ബീൻസ് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ മാത്രമായിട്ടും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം ഇന്ന് ആ ഗ്രീൻ ബീൻസിൻ്റെ സ്പെഷ്യൽ കറിയും പിന്നെ ഒരു കഷ്ണം പൊരിച്ച മീനും ഒരല്പം മീൻ കറിയുടെ ഗ്രേവി ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അച്ചാറും. ഇതായിരുന്നു ഇന്നത്തെ ലഞ്ച് ബോക്സ്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഗ്രീൻ ബീൻസാണ്, ഉണങ്ങിയ ഗ്രീൻ ബീൻസാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ തലേ ദിവസം വെള്ളമൊഴിച്ച് നമുക്കൊന്ന് കുതിർത്ത് രാവിലെ കുക്കറിൽ നമുക്ക് വേവിച്ച് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഫ്രോസണായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന പച്ച ഗ്രീൻ ബീൻസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോൾ കഴുകിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്, പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ആദ്യം പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൽ കടുകും ജീരകവും ഇട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ചെറുതായിട്ട് നുറുക്കിയ സവാള ഇട്ടു. സവാള, പച്ചമുളക്, കറിവേപ്പില ഇത്ര ഇടാവുന്നതാണ്. ഇതിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലോട്ട് മല്ലിപ്പൊടി കുറച്ചധികം വേണം, പിന്നെ മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് എരിക്കനുസരിച്ചിട്ടുള്ള മുളക് പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി കുറച്ചധികം ഇട്ടിട്ടുണ്ടായിരുന്നേ. അതും ഇട്ട് ഒന്ന് നമുക്കിത് നന്നായിട്ട് പച്ചമണം ഒന്ന് മാറുന്നത് ഒന്ന് വഴറ്റിയിട്ട് അതിലോട്ട് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് ഇളക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ കഴുകി വെച്ചിരുന്ന ഗ്രീൻ ബീൻസ് ഇതിലോട്ട് ആഡ് ചെയ്തു. നമ്മൾ മറ്റേത് അത് ഉണങ്ങിയതാണെങ്കിൽ നമ്മൾ കുതിർത്ത് തലേ ദിവസം കുതിർത്ത് രാവിലെ കുക്കറിൽ വേവിച്ചിട്ട് ആ വേവിച്ച ഗ്രീൻ ബീൻസ് ഇതിലോട്ട് ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് അടച്ചു വെച്ച് ആവശ്യത്തിന് വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ നോക്കാവുന്നതാണ് ഈ സമയത്ത്. അതെല്ലാം കഴിഞ്ഞ് വെള്ളം എല്ലാം ഒന്ന് നന്നായിട്ട് വറ്റി ഈ ഒരു പാകമാകുന്ന സമയത്ത് ഒരു 2 മുട്ട ഞാനിതിലോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ടേ. അപ്പം ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാമെന്ന് പറയുന്നത്. ചെറുതായിട്ടൊരു അല്പം ചാറ്റ് മസാലയൊക്കെ ഉണ്ടെങ്കിൽ ഒരല്പം ചാറ്റ് മസാലയൊക്കെ തൂക്കി അല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ ഇതൊക്കെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് ഒരു ചെറിയ ബൗളിലിട്ടിട്ട് ഒരു സ്പൂണിട്ട് നമുക്കിത് ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കാം. നല്ല പ്രോട്ടീനൊക്കെ റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ. നമുക്ക് ഹെൽത്ത് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഇതിങ്ങനെ മാത്രം വേവിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ളവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കൊടുത്തു വിട്ടതേ ഉള്ളൂ. കാര്യം മോന് ഇഷ്ടമാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇത് മുട്ടയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് എല്ലാം കൂടെ ഒന്നിട്ട് ഡ്രൈ ആയിട്ട് എടുക്കാം. തോരനൊക്കെ നമ്മൾ മുട്ട ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് വെള്ളം എല്ലാം കുറഞ്ഞ് ഒന്ന് തോരൻ പോലെ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. വളരെ സിമ്പിളല്ലേ. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാവുന്നതല്ലേ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്